ഹായ് ഹലോ വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ഇതാ ഔട്ടായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമാണല്ലേ, റെയിൽവേയിൽ ഒരു ജോലി എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയാണല്ലേ. അപ്പം ആ സ്വപ്നത്തിലേക്കുള്ള ആദ്യത്തെ എന്താണ് ഒരു ചുവടുവെപ്പാണിത്. നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്താ ഉടനടി തന്നെ ഔട്ടായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ചെറിയ ഒരു സമയം കൊണ്ട് എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, ഫീച്ചേഴ്സ്, കാര്യങ്ങളെല്ലാം നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് ഗ്രൂപ്പ് ഡി റെയിൽവേ ഒരു ജോബാണ് വേണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു ജോബ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് നോക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ്സ് ആണെന്ന് നമുക്ക് നോക്കാൻ പോകുന്നുണ്ട്. അതായത് എന്നാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഔട്ട് ആവുന്നത്, അല്ലെങ്കിൽ എന്നോട്ട് അപ്ലൈ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് വരുന്നത്. അത് നമുക്കൊരു ഒരു മാസം മുമ്പ് അല്ലേ, കഴിഞ്ഞ വർഷം ഏകദേശം 27/12 ഡിസംബർ 12 ഏകദേശം ഇതിൻ്റെ ഒരു എംപ്ലോയ്മെൻറ്റ് ന്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണ് ഔട്ടായിരുന്നു. അന്ന് തന്നെ ഏകദേശം അപ്രോക്സിമേറ്റ് വേക്കൻസി കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഇപ്പോഴാണ് ഇത് ഒഫീഷ്യലി എന്താണ് ഈ നോട്ടിഫിക്കേഷൻ റെയിൽവേ തന്നെ പുറത്ത് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം. അതായത് 31 കേട്ടോ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ്. അത് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ വീഡിയോ നോക്കി ഇന്നാണ് ഇത് 31 ഇന്ന് എന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സബ്മിഷൻ എന്താണ് ഓപ്പണിംഗ് ഡേറ്റ് ഇന്നാണ്. അതായത് 31 മുതൽ നിങ്ങൾക്ക് മാർച്ച് 2 വരെ നോക്കിയേ, മാർച്ച് 2 വരെ എന്താണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു മാസത്തിന് മേളിൽ എന്താണ് നിങ്ങൾക്ക് ടൈമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു മാസം നിങ്ങൾ ഡിലേ ചെയ്ത് പോകരുത്. ആദ്യം ചിലപ്പോൾ മേ ബി എന്താണ് ഈ 2-3 ദിവസങ്ങൾ ഭയങ്കര റഷ് ആയിരിക്കാം. പക്ഷേ അതിനുശേഷം എന്താണ് കുറച്ച് ആ ഒരു എന്താണ് നെറ്റ്വർക്ക് ട്രാഫിക് ഒക്കെ ഒന്ന് കുറഞ്ഞ് ഒരു 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങുക കേട്ടോ. ഒരുപാട് ലാസ്റ്റേക്ക് വെക്കരുത്. കാരണം ലാസ്റ്റ് ആകുമ്പോഴേക്കും ഒരുപാട് പേര് അപ്ലൈ ചെയ്യാനുള്ള ട്രാഫിക് മൂലം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താ നിങ്ങൾ ഒരു ആദ്യത്തെ ഒരു വീക്ക് ഒഴിച്ച് ആ സെക്കൻഡ് വീക്കോ തേർഡ് വീക്കോ എന്നാണ് നിങ്ങൾ മാക്സിമം ഇത് അപ്ലൈ ചെയ്ത് തീർക്കുക കേട്ടോ. അതുപോലെ നോക്കി ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4 ഓക്കെ, മാർച്ച് 4 ആണിത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ നിങ്ങൾ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അതുപോലെ സ്ക്രൈബ് പ്രിഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രൈബിന് വെക്കാനുള്ള ഡേറ്റ്സ് ഉണ്ട്. 15 മുതൽ 19 നിങ്ങൾക്ക് സ്ക്രൈബിനെ കൊടുക്കാനുള്ളത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ഫസ്റ്റ് വൺസ് എന്താണ് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം എന്തെങ്കിലും എററോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ എറർ എന്താണ് തിരുത്താനുള്ള ഒരു ഡേറ്റും കൊടുത്തിട്ടുണ്ട്. 5/3/2024 അതിൻ്റെ എറർ തിരുത്താനുള്ള ഡേറ്റ്. മാക്സിമം എറർ ഒന്നും ഇല്ലാണ്ട് തന്നെ എന്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഫസ്റ്റ് ആദ്യത്തെ ഒന്ന് പയ്യെ ചെയ്താൽ മതി. ഓക്കെ, ധൃതിയൊന്നും പിടിക്കാണ്ട്, കാരണം ഒരുപാട് സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ അധികം ഒരു റഷായിട്ട് ചെയ്യാണ്ട് കുറച്ച് ടൈം എടുത്തെന്നാണ് പയ്യെ ചെയ്താൽ മതി. മാക്സിമം തെറ്റ് വരുത്താണ്ടെന്നാണ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കൃത്യമായിട്ടും പയ്യെ എന്താണ് അറിയാവുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചെന്നാണ് കൃത്യമായിട്ട് നിങ്ങൾ ഫോം ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. കാരണം പിന്നെ തെറ്റുവരുത്തുന്നത് നമുക്ക് ടെൻഷൻ ആവും. പിന്നെ അത് വിൻഡോ ഓപ്പൺ ചെയ്യണം, പിന്നെ ആ വിൻഡോയിൽ നമ്മൾ കറക്ഷൻ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ പോകണ്ട. മാക്സിമം പയ്യെ എന്താണ് കൂളായിട്ട് ഇരുന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഡേറ്റാസ് ഒക്കെ എൻ്റർ ചെയ്ത് കറക്റ്റായിട്ട് ഈ ഫോം ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാവർക്കും ആകർഷകമായിട്ടൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഡേറ്റ്സ് നോക്കി അടുത്താണ് വേക്കൻസീസ് അല്ലേ. ഞാൻ ഓൾറെഡി നമ്മുടെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ തമിഴിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു എത്രത്തോളം വേക്കൻസി ഉണ്ടെന്ന്. 21,000+ ഉണ്ട്. ഏകദേശം കറക്റ്റ് അപ്രോക്സിമേറ്റ്ലി അല്ല, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 21,997 ഓക്കെ, 21,997 വേക്കൻസി, ഏകദേശം 22,000 വേക്കൻസി. അടുത്ത വേക്കൻസീസ് ആണ് ഇത്തവണ വിളിച്ചിട്ടുള്ളത് കേട്ടോ. അത്രത്തോളം വേക്കൻസീസ് എന്താണ് റെയിൽവേ ഇത്തവണ ഈ വർഷം റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി എന്താണ് കഴിഞ്ഞ വർഷത്തെ ഗ്രൂപ്പ് ഡിയിലെ എക്സാംസ് ഇപ്പോൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ 2026 നോട്ടിഫിക്കേഷൻ ഇപ്പോഴും വന്നു. 22,000 വേക്കൻസി ഇപ്പോഴും എന്താണ് ലൈവായിട്ട് ഉണ്ട്. അപ്പോൾ 22,000 വേക്കൻസി കൊണ്ട് എന്താണ് നിങ്ങളുടെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടി ഈ വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് പോകാം. ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കാം. 18 മുതൽ 33 വയസ്സുള്ള ആൾക്കാർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, 18 മുതൽ 33 വയസ്സുള്ള ആൾക്കാർക്ക്. ഇനി മറ്റൊരു ആകർഷകമായ കാര്യമാണ് പേ സ്കെയിൽ അല്ലേ. മിക്കവരുടെയും ഒരു സ്വപ്നമായിരിക്കും പേ സ്കെയിൽ എത്രയാണ് ഇതിൻ്റെ ശമ്പളം. ഓക്കെ, അപ്പം നോക്കി 7th പേ ലെവൽ കമ്മീഷൻ അനുസരിച്ച് ഏകദേശം 18,000 rupees ആണ് ഇതിൻ്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത്. നമ്മൾ റീസെൻ്റ് ആയിട്ട് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു 8th പേ ലെവൽ കമ്മീഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ 8th പേ ലെവൽ കമ്മീഷൻ വരുവാണെങ്കിൽ ഏകദേശം ഈ ബേസിക് പേ എന്നുള്ളത് കുറച്ചും കൂടെ കൂടും. ഇപ്പോൾ നോർമലി നോക്കുകയാണെങ്കിൽ ഇനിഷ്യൽ പേ മാത്രമല്ല, നിങ്ങൾക്ക് ഇനിഷ്യൽ പേയുടെ കൂടെ എന്താണ് അഡീഷണൽ ആയിട്ട് എല്ലാ സാലറീസും വരും. ഏകദേശം ഒരു 35,000 to 40,000 ആണിത് കറൻ്റ്ലി ഒരു ഗ്രൂപ്പ് ഡി ആയിട്ട് കയറുന്ന ആൾക്ക് കിട്ടുന്നുണ്ട്. ഒരു ആവറേജ് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ഞാൻ പറഞ്ഞത്. ഇനി പേ ലെവൽ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഈ 8th പേ ലെവൽ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഈ ബേസിക് പേ എന്നുള്ള ഒരു വാല്യൂ കൂടുകയും ഏകദേശം ഒരു 50,000+ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് സാലറി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ 8th പേ ലെവൽ കമ്മീഷൻ 2026 മുതൽ ഇംപ്ലിമെൻറ്റ് ആവും. പക്ഷേ അതിൻ്റെ കംപ്ലീറ്റ് ചെയ്ത് പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുന്നത് മേ ബി 27 ആയിരിക്കും. ഉറപ്പില്ല, നമുക്ക് ഒരു ന്യൂസൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ എന്നാലും എന്താണ് 8th പേ ലെവൽ കമ്മീഷൻ വരും എന്നുള്ളത് കാര്യം ഉറപ്പാണ്. അപ്പോൾ അതോടുകൂടി എന്താണ് നിങ്ങളുടെ സാലറി ഹൈക്ക് അതിഭീകരമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ അതും എന്താണ് ഒരു മോട്ടിവേഷൻ ആയിട്ട് നിങ്ങൾ കാണുക. ഓക്കെ, ഇപ്പോഴല്ല അന്നോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്താലും ഇപ്പോഴുള്ള ശമ്പള പരിഷ്കരണം എന്താണ് നമുക്ക് ആ ഒരു പൈസ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ നോക്കുക. ബേസിക് പേ 12,000 ആയെങ്കിൽ പിന്നീട് എന്താണ് 8th പേ ലെവൽ കമ്മീഷൻ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു നല്ലൊരു ഹൈക്ക് എന്താണ് ഉണ്ടാകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് മറ്റു ഡീറ്റെയിൽസ് കൂടി പോകാം.
അടുത്ത നോക്കാം ഏജ് ലിമിറ്റ്. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞു 18 മുതൽ 33 വയസ്സുള്ള ആൾക്കാർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം കറക്റ്റായിട്ട് ഏതൊക്കെ ഡേറ്റ്സിൽ ജനിച്ച ആൾക്കാർ, അല്ലെങ്കിൽ ഏത് വർഷത്തിന് മുന്നേ ഏത് വർഷത്തിന് പിന്നെ കാര്യങ്ങളൊക്കെ നോക്കാം. അതായത് UR EWS ആണെങ്കിൽ നോക്കി അപ്പർ ലിമിറ്റ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റിൻ്റെ കാര്യം പറയുന്നത് 2/1/1993, അതായത് 2/1/1993 ശേഷം ജനിച്ചവരും. അത് നോക്കി UR ആൻഡ് EWS കാര്യം കേട്ടോ. അതുപോലെ OBC നോൺ ക്രീമിയർ OBC ആണെങ്കിൽ 2/1/1990 ശേഷം ജനിച്ചവരും. അതുപോലെ SC ST ആണെങ്കിൽ 2/1/1988 ശേഷം ജനിച്ചവർക്ക് എന്താണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഏത് കാറ്റഗറിയിൽ നിന്നാണ് അവർ 1/1/2008 ശേഷം ജനിച്ചവരാകാനും പാടില്ല. അതായത് 18 വയസ്സ് നിർബന്ധമായിട്ട് പൂർത്തിയായിരിക്കണം. അത് മാത്രമല്ല നോക്കി UR ആൻഡ് EWSൻ്റെയും OBCയുടെയും SC STയുടെയും നോക്കി ഏജ് ലിമിറ്റാണ് പറയുന്നത്. അതായത് ഈ വർഷത്തിന് ശേഷം ജനിച്ചവർക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്, കാരണം ബാക്കി എല്ലാവർക്കും നോക്കി അതായത് OBCക്കും SC STക്കും അതുപോലെ എക്സ് സർവീസ്മാനൊക്കെ എന്താണ് റിലാക്സേഷൻ ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്നനുസരിച്ച് നിങ്ങൾക്ക് എത്ര വർഷം എക്സ്ട്രാ എന്താണ് റിലാക്സേഷൻ കിട്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. കാരണം 18 മുതൽ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OBC ആണെങ്കിൽ എന്താണ് 18 മുതൽ 35 വയസ്സ് വരെ കിട്ടും, അതാണ്. അതുപോലെ SC ST ആണെങ്കിൽ എന്താണ് 18 മുതൽ 37 വയസ്സ് വരെ കിട്ടും. ഓക്കെ, അതാണ് 33 വെച്ചാൽ 38 വയസ്സ് വരെ കിട്ടും. അതാണത് നിങ്ങളുടെ റിലാക്സേഷൻ, എക്സ്ട്രാ റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ നോക്കുക, കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ നോക്കുക. എക്സ് സർവീസ്മാൻ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് എത്രത്തെ വർഷങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് പോസ്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത് ആ പോസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അടുത്ത് നോക്കാം പോസ്റ്റ് ആൻഡ് ക്വാളിഫിക്കേഷൻ. ഓക്കെ, എന്തൊക്കെ ടൈപ്പ് ഓഫ് പോസ്റ്റുകളാണ്, ക്വാളിഫിക്കേഷൻ, അതുപോലെ എന്താണ് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഉള്ളത്. എല്ലാത്തിനും ഒരേ ഒരു ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ഗ്രൂപ്പ് ഡേ ഒക്കെ എടുക്കുവാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, കാരണം 10th ITI ഒരുമിച്ച് വേണമെന്നൊക്കെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കോർട്ട് കേസുകൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ നോട്ടിഫിക്കേഷൻ അതൊന്നുമില്ല. വളരെ വളരെ ക്ലിയർ ആയിട്ട് എന്താണ് 10th പാസ് ഓർ ITI. ഓക്കെ, 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ ITI ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ മാത്രം ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഈ കാണുന്ന എല്ലാ പോസ്റ്റുകളിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കി അസിസ്റ്റന്റ് TRD, അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ, അസിസ്റ്റന്റ് TL ആൻഡ് AC. ഓക്കെ, അതുപോലെ ഒരുപാട് നോക്കി കാണുന്ന 4 ടൈപ്പ് ഓഫ് പോസ്റ്റുകളിൽ നിന്നാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഒറ്റയൊരു ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പോസ്റ്റിൻ്റെ പ്രത്യേകത ഉണ്ട്, ഈ പോസ്റ്റിൻ്റെ ഒക്കെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഡിഫറൻ്റ് ആണ്. അതിനെപ്പറ്റി ഞാൻ പറയാം. മെഡിക്കൽ സ്റ്റാൻഡേർഡ് കാര്യം പറയുമ്പോൾ പറയാം. അതായത് നോക്കി ഇങ്ങോട്ട് കാണാൻ നോക്കി B1 A2 കണ്ടോ, A3 B1 എന്നൊക്കെ പറഞ്ഞ് നോക്കി C1 വീണ്ടും B1 അങ്ങനെ നോക്കി മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കാണാം. അതായത് പ്രിഫറബിൾ ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ ഈ B1 എന്നുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് നിങ്ങൾക്ക് ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു പരിചയത്തിൽ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ ആപ്റ്റ് ആണെങ്കിൽ, നിങ്ങൾ കേപ്പബിൾ ആണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രത്യേകം എന്താണ് എടുത്ത് നോക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഈ പരീക്ഷ പാസ്സായ ശേഷം നിങ്ങൾ ആ സ്ഥലത്ത് പോകുമ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആ പോസ്റ്റിന് ആവശ്യമായ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ എന്താണ് നിങ്ങളെ ഉറപ്പായിട്ടും റിജക്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ജസ്റ്റ് എന്താണ് നന്നായിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കാം എക്സാം പാറ്റേൺ. അല്ലേ, എല്ലാ ജോലിയുടെ കാര്യം പറഞ്ഞു, വേക്കൻസിയുടെ കാര്യം പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ എങ്ങനെയാണ് നമുക്ക് എന്താ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, അങ്ങനത്തെ ഒരു കാര്യത്തെ പറ്റി നോക്കാം. ടോട്ടൽ നോക്കിയ എക്സാം ഡ്യൂറേഷൻ 90 മിനിറ്റ്സ്, 90 മിനിറ്റ്, ഏകദേശമല്ല 1.5 മണിക്കൂറാണത് നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് കേട്ടോ. ഇനി എന്തൊക്കെ സബ്ജക്ട്സ് എത്ര മാർക്കാണ് നോക്കി. ജനറൽ സയൻസ് 25 മാർക്ക്, മാത്തമാറ്റിക്സ് 25 മാർക്ക്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 30 മാർക്ക്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 20 മാർക്ക്. ടോട്ടൽ 100 ചോദ്യങ്ങളാണ്. ഓക്കെ, 100 ചോദ്യങ്ങൾ 1.5 മണിക്കൂർ. ഓക്കെ, 90 മിനിറ്റ് കൊണ്ട് 100 ചോദ്യങ്ങൾ ചെയ്യുക. ഓക്കെ, നോക്കി നമ്മൾ കോമൺലി റെയിൽവേക്ക് പഠിക്കുന്ന ജനറൽ സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ്. നോക്കി കറണ്ട് അഫയേഴ്സ് സ്പെഷ്യലി എടുത്ത് കൊടുത്തേക്കാണ്. ജനറൽ അവയർസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എടുത്ത് കൊടുത്ത 20 മാർക്ക്. കറണ്ട് അഫയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ്, കറണ്ട് അഫയേഴ്സിൻ്റെ എല്ലാ മാസത്തെയും സ്റ്റഡി മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് നമ്മുടെ SC മലയാളി ആപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് വേണ്ടവരെന്താണ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അവിടെ നിന്ന് ആപ്പിൽ കയറിയിട്ട് സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ലിങ്ക് സെക്ഷൻ എടുക്കുക. അവിടെ എന്താണ് കറണ്ട് അഫയേഴ്സ് എല്ലാ മാസത്തെയും കൃത്യമായിട്ടുള്ള ക്വാളിറ്റി PDF എന്താണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അത് വായിച്ച് പഠിക്കുക. അത് തന്നെ ഇനഫാണ്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ അത് തന്നെ ഇനഫാണ്. അത് മാത്രമല്ല നമ്മൾ ഉടനെ എന്താണ് ഗ്രൂപ്പ് ഡിയുടെയും അതുപോലെ NTPCയുടെ ഒക്കെ കോഴ്സ് നമ്മൾ ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുമായിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എക്സാം പാറ്റേൺ നോക്കി വെക്കുക. അത് മാത്രമല്ല നോക്കി ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ചാൽ പക്ഷേ കൊടുക്കുകയും ഒരു നെഗറ്റീവ് മാർക്ക് ഉണ്ടല്ലേ, ദർ വിൽ ബി എ നെഗറ്റീവ് മാർക്കിംഗ് ഫോർ 1/3 മാർക്ക് ഷാൽ ബി ഡിക്റ്റഡ് ഫോർ ഈച്ച് റോങ് ആൻസർ. അതായത് ഒരു തെറ്റുത്തരം വന്നു കഴിഞ്ഞാൽ നോക്കി ഒരു -1/3 എന്നൊരു നെഗറ്റീവ് മാർക്ക് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നോക്കുക, പോസിറ്റീവ് മാർക്സ് മാത്രമല്ല നെഗറ്റീവ് മാർക്ക് എന്താണ് ഇതിനകത്തുണ്ട്. ഇനി എക്സാം വരെ മനസ്സിലായി, 100 ചോദ്യങ്ങൾ മനസ്സിലായി, ഏതൊക്കെ സബ്ജക്ട്സ് എത്ര മാർക്കാണെന്ന് മനസ്സിലായി. ഇനി
സിലബസും കൂടെ നോക്കണ്ടേ? എന്നാൽ മാത്രമല്ലേ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, നമുക്ക് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ പഠിക്കണ്ടോ? ഇല്ല, കോമൺലി നോർമൽ ആയിട്ടുള്ള നോക്കി ഡീറ്റെയിൽ സിലബസ് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് മാത്തമാറ്റിക്സ് എന്തൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നത്, നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, അതുപോലെ റീസണിങ് എന്തൊക്കെയാണ്, അലോയ്സ്, ആൽഫബറ്റിക്സ്, നമ്പർ സീരീസ്, ജനറൽ സയൻസ് എന്തൊക്കെയാണ് നോക്കി, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ലൈഫ് സയൻസ് ഓഫ് 10th സ്റ്റാൻഡേർഡ്, വെറും 10ാം ക്ലാസ് തരത്തിലുള്ള നോക്കി സയൻസ് കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ നോക്കി ജനറൽ അവേഴ്സ് ഓൺ കറണ്ട് അഫയേഴ്സ് നമ്മൾ വീണ്ടും എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക, അതോളം ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സ്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഫ്രീ ആയിട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾ കണ്ട് പഠിച്ചാൽ മാത്രം ദാറ്റ്സ് ഇനഫ്. ഓക്കെ, ഇനഫ് ഓഫ് യുവർ പ്രിപ്പറേഷൻ. ഏത് കോഴ്സ് ആണെങ്കിലും അത് തന്നെ ധാരാളമാണ്. ഓക്കെ, അപ്പോൾ ഇതാണെന്ത് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അടുത്താണ് ഈ പരീക്ഷ മാത്രം പോരാ, ഒരു PD ടെസ്റ്റ്, അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കൂടി എന്താണ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഈ ഗ്രൂപ്പ് ഡിയിൽ പാസ്സാവേണ്ടതുണ്ട്. ബാക്കിയുള്ള പോസ്റ്റിൽ ഇപ്പോൾ RPF പണ്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ലാന്ന് തോന്നുന്നു. അതായത് ഈ റെയിൽവേയിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉള്ള ഒരു കാറ്റഗറിയാണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, വലിയ ഭയങ്കരമായ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുകളൊന്നും ഇതിനകത്തില്ല. അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് വേണ്ടി എത്ര വേക്കൻസി ഉണ്ടോ അതിൻ്റെ 3 ടൈംസ് ആളെ ഫിൽ ചെയ്യുക. അതായത് 22,000 വേക്കൻസി ഉണ്ടെങ്കിൽ ഏകദേശം 66,000 പേരെന്താണ് ഈ PD ടെസ്റ്റിന് വേണ്ടി അവർ ക്വാളിഫൈ ആക്കുകയും അതിനുശേഷം നോക്കിയും മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു PD ടെസ്റ്റ് ഇവർ കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. എന്താണെന്ന് നോക്കിയാൽ should be able to lift and carry 35 kg of weight for a distance of 100 meters. 35 കിലോഗ്രാം എന്താണ് ഭാരം ചുമന്നുകൊണ്ട് 100 മീറ്റർ 2 മിനിറ്റ് എന്താണ് നമ്മൾ ഒറ്റ ചാൻസിൽ തന്നെ എന്താണ് നമ്മൾ അത് ക്രോസ് ചെയ്തിരിക്കണം. ഓക്കെ, അതുപോലെ നോക്കി 1000 മീറ്റർ ഒരു 4 മിനിറ്റ് 15 സെക്കൻഡ് ഓടി തീർത്തിരിക്കണം. ഓക്കെ, ഫിസിക്കൽ എഫിഷ്യൻസി വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ഈസി, നിങ്ങളൊരു അത്യാവശ്യം ഹെൽത്തി ആയിട്ടൊരു ആളാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് നോക്കി 20 കിലോ. ഓക്കെ, 20 കിലോ 100 മീറ്റർ 20 കിലോ 100 മീറ്റർ ക്യാരി ചെയ്തുകൊണ്ട് 2 മിനിറ്റ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ എന്താണ് നോക്കി 1000 മീറ്റേഴ്സ് 5 മിനിറ്റ് 40 സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഫിസിക്കൽ എഫിഷ്യൻ ടെസ്റ്റിനെ പറ്റി നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. മെയിലും ഫീമെയിലിൻ്റെയും ഈ PD ടെസ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് പാസ്സാവേണ്ടതുണ്ട്. അപ്പോൾ ഇതിനുവേണ്ടി വലിയ എഫേർട്ടൊന്നുമില്ല, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സാം തന്നെയാണ്. പക്ഷേ എക്സാമിൻ്റെ അപ്പുറം നോക്കി ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റണം. ഓക്കെ, വളരെ ഈസിയാണ്. ഓക്കെ, വലിയ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു PD ടെസ്റ്റ് ഒന്നുമല്ല, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അടുത്താണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞത് അല്ലേ, കുറേ ഒരു 14 പോസ്റ്റോളം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ പ്രത്യേകം നോക്കുക കേട്ടോ, കാരണം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മുടെ സ്ലൈഡിൽ ഇത് ഉൾക്കൊള്ളിച്ചുള്ളത്. നോക്കി A2 സ്റ്റാൻഡേർഡ്, A3 സ്റ്റാൻഡേർഡ്, B1 സ്റ്റാൻഡേർഡ്, C1 സ്റ്റാൻഡേർഡ്. അതായത് നിങ്ങളുടെ വിഷൻ, അതുപോലെ ഫിസിക്കലി നോക്കിയ വിഷൻ, ഡിസ്റ്റൻസ് വിഷൻ 6/9 വിത്തൗട്ട് ഗ്ലാസ്. അപ്പോൾ ഈ കാറ്റഗറിയിൽ ഇപ്പോൾ നിങ്ങൾ എന്താണ് ഈ വിത്തൗട്ട് ഗ്ലാസ് 6/9 ഒക്കെ ഉള്ള ആളായിരിക്കും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം വെച്ചാൽ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചെക്ക് ചെയ്യുക, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കറക്റ്റ് നിങ്ങൾ ഏത് മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ് പ്രിഫർ ചെയ്യുന്ന പോസ്റ്റുകൾ മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാവുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇപ്പോൾ A2 മെഡിക്കൽ സ്റ്റാൻഡേർഡുള്ള ജോബ് ഉണ്ടെങ്കിൽ ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് A2 വേണം. അല്ലാതെ നിങ്ങൾ A2 ഇല്ലാണ്ട് ആ പരീക്ഷ പോയി പാസ്സായതിനു ശേഷം ആ ജോബിന് ചെല്ലുമ്പോഴേക്കും ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് നിങ്ങളെ റിജക്റ്റ് ആക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഏതാണെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നോക്കി ഇവിടെ A3 ആണ് നോക്കി വിത്തൗട്ട് ഗ്ലാസ് ആണ്. ഓക്കെ, ഗ്ലാസ് ഉണ്ടെങ്കിൽ മീൻസ് ഗ്ലാസ് വെച്ചുകൊണ്ടോ ഇല്ലാതെ 6/9 എത്തിച്ചാൽ എന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കിയാൽ വിത്തൗട്ട് ഗ്ലാസ് ഇല്ലാണ്ട് തന്നെ 6/9 വേണമെന്നുണ്ട്. അപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് അറിയുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് പോയി നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതിനുശേഷം നിങ്ങൾക്ക് പ്രിഫർഡ് ആയിട്ടുള്ള പോസ്റ്റ് ഏതാണോ ആ പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഫീ. ഓക്കെ, ഇവിടെ ഫീയുടെ കാര്യം നോക്കാം. നോക്കി ഫോർ ഓൾ കാൻഡിഡേറ്റ്സ് എക്സ്പെക്ട് കാറ്റഗറീസ് മെൻഷൻ ബിലോ അറ്റ് സീരിയൽ നമ്പർ 2. സീരിയൽ നമ്പർ 2 കൊടുക്കാതെ ബാക്കി എല്ലാ, അതായത് മെയിനായിട്ട് പറഞ്ഞാൽ ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും എന്താണ് 500 രൂപയാണിത് ഫീസ് എന്ന് പറയുന്നത്. പക്ഷേ 500 രൂപ ഫീസ് ആണെങ്കിലും നമുക്ക് ഫസ്റ്റ് CBT ടെസ്റ്റ്, നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എക്സാമിനേഷൻ ആണത് നമുക്ക് ആദ്യം ഉള്ളത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് 400 രൂപ കയറുന്നതായിരിക്കും കേട്ടോ. കാരണം 500 രൂപ നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും എക്സാമിന് ശേഷം നമ്മൾ CBT 1 അപ്ലൈ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് എക്സാം നമ്മൾ എക്സാം എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു അക്കൗണ്ടിലേക്ക് 400 രൂപ തിരിച്ചു വരും. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 100 രൂപ മാത്രമാണ് നമുക്ക് ചിലവാകുന്നത്. നമ്മുടെ സെയിം അക്കൗണ്ടിലേക്ക് നമ്മൾ ഏത് അക്കൗണ്ടിൽ നിന്നാണോ പേ ചെയ്യുന്നത് ആ അക്കൗണ്ടിലേക്ക് തിരിച്ച് 400 രൂപ വരുന്നതായിരിക്കും. ഇനി നോക്കി for candidates who belong to SC, ST, ex-servicemen, PWD, female, transgender, minorities or economically backward section EBC. പ്രത്യേകം നോക്കുക, EBC ഇവിടെ പ്രത്യേകം എടുത്തു കൊടുത്തിട്ടുണ്ട്. EBC should not be confused with OBC or EWS. OBC EWS അല്ല, ഇതെന്താണ്, ഇത് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് EBC ആണ്. ഇവർക്ക് 250 രൂപയാണെന്ത് ഇവിടെ അടയ്ക്കേണ്ടത് കേട്ടോ. 250 രൂപ. അത് മാത്രമല്ല എക്സാമിന് ശേഷം എക്സാമിന് ശേഷം 250 അവരുടെ
ബാങ്കിലേക്ക് എന്താണ് റീഫണ്ട് ആവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് എക്സാം ഫീയുടെ കാര്യങ്ങളെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കി റീഫണ്ട് കാര്യങ്ങളെ പറ്റിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. എല്ലാ എക്സാം അപ്ഡേറ്റ്സിൻ്റെയും നോട്ടിഫിക്കേഷൻ എന്താണ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് എന്താണ് എല്ലാ നോട്ടിഫിക്കേഷൻസും എല്ലാ കാര്യങ്ങളും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്ന കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ RRB ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഏകദേശം ഡീറ്റെയിൽസ്. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളായിട്ട് നമ്മൾ വേറൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ കോഴ്സ് നമ്മൾ ഉടനെ തന്നെ സൂൺ തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങളൊരു സെൻട്രൽ ഗവൺമെൻറ് ജോബിലേക്ക് എത്തിക്കാനുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും എന്താണ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ളവർക്ക് ഇപ്പോൾ തന്നെ എന്താണ് നിങ്ങളെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ പോലെ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.